പറയുന്നത് എക്സിമോ ഇരപിടിക്കുന്ന വിധം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് രചിച്ചത് ബാലൻ വേങ്ങര എന്ന ആളാണ്. ഇദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. നന്ദിത എന്ന പെൺകുട്ടിയുടെയും അവളുടെ കൂട്ടുകാരികളെയും കുറിച്ചാണ് ഈ നോവലിൽ പറയുന്നത്. ഒരു എഴുത്തുകാരൻ്റെ മുറിയിലേക്ക് ഒരു യുവതി കടന്നു പോകുന്നത് മുതലാണ് ഈ നോവൽ തുടങ്ങുന്നത്. ഈ നോവൽ മുഴുവനും നന്ദിതയുടെയും അവളുടെ കൂട്ടുകാരുടെയും യാത്രകളാണ്. നന്ദിതയും കൂട്ടുകാരും പല പല സ്ഥലങ്ങളിലായി സഞ്ചരിക്കുന്നു. അവർക്ക് ചില പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. നന്ദിതയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് റോസ്. റോസിനെ കാണാനില്ലാത്ത ഭാഗം അത് പത്രങ്ങളിലും ചാനലുകളിലും ഏറെയാണ്. ഈ ഭാഗമാണ് എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉണ്ടാക്കിയ മണൽ പ്രതിമകൾ താഴെ വീണുടയുന്ന കൗതുക കാഴ്ചകളായിരുന്നു നന്ദിത. ബീച്ചിൽ തിരക്ക് കുറവായിരുന്നു. ഷെഹ്റയുടെ ഡ്യൂട്ടി കഴിയാൻ ഇനിയും സമയമുണ്ട്. അവൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞത് അവൾ വീണ്ടും ഓർത്തു. വൃത്തത്തിനുള്ളിൽ അണുവിട മാറാതെ ചുവട് തെറ്റാതെ പോരാടി അവർ തുല്യരായി. രണ്ടാമതായി ഊക്കോടെ വെള്ളത്തിൽ പ്രഹരമേൽപ്പിച്ചും വെള്ളം നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം. ഈ നോവൽ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.